കല്ലെറിഞ്ഞ് തല പൊട്ടിച്ചിട്ടും നമ്മളുടെ പ്രിയപ്പെട്ട ജനനായകൻ ഉമ്മൻചാണ്ടി 2015 മെയ് 15 പയ്യാമ്പലത്തെ കുട്ടികളുടെ പാർക്ക് ഉദ്ഘാടനം ചെയ്തു. പക്ഷേ ആ ശിലാഫലകം, മുഖ്യമന്ത്രിയുടെ പേരുള്ള ഉമ്മൻചാണ്ടിയുടെ പേരുള്ള ആ ശിലാഫലകം മാറ്റിയിട്ട് ഇപ്പോൾ നമ്മുടെ നിലവിലുള്ള മുഖ്യമന്ത്രിയുടെ മരുമകൻ്റെ പേര് എഴുതി ചേർത്തിരിക്കുക. കല്ലെറിഞ്ഞവരോട് ക്ഷമിച്ച മുഖ്യമന്ത്രി കൂടിയാണ് ഉമ്മൻചാണ്ടി. അതിലൊന്നും അദ്ദേഹം ഒരു പകയും മനസ്സിൽ വെച്ചില്ല. കല്ലെറിഞ്ഞ ആൾ പിന്നീട് അദ്ദേഹത്തെ പോയി കാണുകയും ഒക്കെ ചെയ്തല്ലോ. അപ്പം അങ്ങനൊരു വലിയൊരു മാതൃക കാണിച്ചു തന്ന മുഖ്യമന്ത്രി കൂടിയാണ് ഉമ്മൻചാണ്ടി. വിശേഷണങ്ങൾ എത്ര പറഞ്ഞാലും മതിയാകത്തില്ല. വിശേഷണങ്ങൾക്ക് അതിരില്ലാത്ത രീതിയിലുള്ള ഒരു മനുഷ്യൻ കൂടിയാണ് ഉമ്മൻചാണ്ടി. അവിടെയാണ് ഇദ്ദേഹം സ്ഥാപിച്ച കുട്ടികളുടെ പാർക്കിൻ്റെ അവകാശം, ആ ശിലാഫലകം എടുത്ത് മാറ്റിയിട്ട് വെച്ചിരിക്കുന്നതോ ആരുടെ? നമ്മുടെ മരുമകൻ്റെ ശിലാഫലകമാണ് വെച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഉളുപ്പെന്ന് പറയുന്ന ഒരു സംഗതി ഇവർക്കുണ്ടോ? മന്ത്രി റിയാസ് പൊതുമരാമത്തും ടൂറിസവുമാണ്. അപ്പോൾ അധികാരം കയ്യിലുള്ളത് കൊണ്ട് എന്തും ആകാവുന്നുള്ളതാണ്. വല്ല കുട്ടികളുടെയും തന്തയാകാൻ വേണ്ടി നടക്കുന്നവരാണെന്നേ ഇവരൊക്കെ. അതിനപ്പുറം എന്താ പറയുക? ഉമ്മൻചാണ്ടി ഇന്ന് നമ്മളെയൊക്കെ വിട്ടുപോയിട്ട് 2 വർഷം തികയുന്നു. ഇന്നത്തെ ദിവസം 2 വർഷമാകുന്നു. ഈ 2 വർഷം കഴിഞ്ഞിട്ടും ഇന്നും ജനങ്ങളുടെ മനസ്സിൽ ജീവിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് ഇന്നത്തെ അദ്ദേഹത്തിന് പുതുപ്പള്ളിയിൽ ഉൾപ്പെടെയുള്ള ജനങ്ങൾ വന്ന് അദ്ദേഹത്തിന് വേണ്ടുന്ന പ്രാർത്ഥനകളും മറ്റും ഒക്കെ നടത്തുന്നത്. എല്ലാം ഒരുപക്ഷെ മാധ്യമങ്ങളിലൊക്കെ ഇന്ന് അദ്ദേഹത്തിൻ്റെ വാർത്തകൾ രാവിലെ മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് പോലും വിട പറയുന്ന സമയത്ത് കോടാനുകോടി കേരളത്തിലെ എല്ലാ ജനങ്ങളും ഒത്തൊരുമിച്ച് ആ ഒരു വാഹനത്തിന് പുറകെ പോയത്. ഇതുപോലെ ഇത്തരത്തിൽ ഒരു വിടവാങ്ങൽ ചടങ്ങ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ യാത്രയയപ്പ് മീൻസ് അദ്ദേഹത്തിൻ്റെ ആ ഒരു മരണ ചടങ്ങിൽ ഇത്രത്തോളം ഒരു പിന്തുണ അല്ലെങ്കിൽ ജനങ്ങളുടെ സ്നേഹം കിട്ടി ഒരു നേതാവ് ഇത്തരത്തിൽ പോയിട്ടില്ല. അപ്പോൾ ആ ഒരു ജനനായകൻ്റെ ശിലാഫലകം എടുത്ത് ഏത് കുപ്പത്തൊട്ടിയിൽ എറിഞ്ഞാലും ജനങ്ങൾ അത് മറക്കുമോ, അല്ലെങ്കിൽ ഈ ജനനായകനെ മറന്ന് ജനങ്ങൾ പ്രവർത്തിക്കും? അല്ല, ഈ ശിലാഫലമൊക്കെ വലിച്ചെറിയാനും ഒക്കെ അവർക്ക് കഴിയും. പക്ഷെ ജനങ്ങളുടെ ഇടയിൽ കിട്ടിയിട്ടിരിക്കുന്ന ഒരു അംഗീകാരം എന്ന് പറയുന്നത് അതൊന്നും ആർക്കും മന്ത്രി റിയാസിനോ അല്ലെങ്കിൽ പിണറായി വിജയനോ തുടച്ചു മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷെ ജനങ്ങൾ മുഴുവൻ താരതമ്യം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഇവർ മറക്കരുത്. ഇവർ ഉമ്മൻചാണ്ടിക്ക് എതിരെ ചെയ്തിട്ടുള്ള സോളാർ കേസിലാണല്ലോ അദ്ദേഹത്തിന് ഇത്രത്തോളം ഇപ്പോൾ കോടതി തന്നെ ആ ഒരു കേസ് എടുത്ത് കളയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ സത്യസന്ധത എന്താണെന്നുള്ള മനസ്സിലാക്കിയാണ് ചെയ്തത്. അതുവരെയും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുള്ള അനുഭവങ്ങൾ, അദ്ദേഹത്തിൻ്റെ കുടുംബം അനുഭവിച്ചിട്ടുള്ള അനുഭവങ്ങൾ, ഇതൊന്നും എത്ര മായ്ച്ചാലും തൂത്താലും ഒന്നും ജനങ്ങൾ മറക്കാൻ പോകുന്നില്ല. കാരണം ഒരുപക്ഷെ ഈ പറയുന്ന ജനങ്ങളിൽ കൂടി വിഷം വിതച്ച് ആ കാലഘട്ടത്തിൽ ഈ ജനങ്ങളുടെ മനസ്സിൽ കൂടി വിഷം വിതച്ച് നടത്തിയ ഒരു ഘോര പ്രകടനങ്ങളൊന്നും ഇന്നും ജനങ്ങൾ മറക്കില്ല. അദ്ദേഹത്തിന് നേരെ ഒരു കല്ലല്ല നിരവധി കല്ലുകൾ കൊണ്ടെറിഞ്ഞതും ജനങ്ങൾ മറക്കില്ല. അപ്പോൾ തുടരെ ഉമ്മൻചാണ്ടിക്കെതിരെ ഇത്തരത്തിൽ എന്ത് ചെയ്താലും ജനങ്ങൾ കൂടുതൽ ഈ സർക്കാരിനെ വെറുക്കുകയല്ലേ ചെയ്യുന്നത്. ഈ ഉമ്മൻചാണ്ടി മരിച്ചു കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ചടങ്ങുകളൊക്കെ വലിയൊരു ജനാവലിയോടുകൂടിയാണ് നടന്നത്. ഇവിടെ നിന്ന് കോട്ടയം പുതുപ്പള്ളി വരെ ഉണ്ടായിട്ടുള്ളൊരു ജനാവലി. അതിനുശേഷം കേരളത്തിലെ നേതാക്കന്മാർക്ക് പലർക്കും മരിക്കാൻ ഭയമാണ്. മറ്റൊന്നുമല്ല, ഇത്ര ആൾക്കൂട്ടം കിട്ടുമോ എന്നുള്ളത് കൊണ്ട് മാത്രം. കാരണം ഇതുപോലൊരാൾക്കൂട്ടം ഒരുപക്ഷെ സമാനമായ രീതിയിൽ മുമ്പ് കണ്ടിട്ടുള്ളത് ഇ കെ നായനാർക്കാണ്. തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ വരെ പയ്യാമ്പലം വരെ പോകാനെടുത്ത സമയം ഒക്കെ തന്നെ. ഇനി ഉമ്മൻചാണ്ടിയെപ്പറ്റി പറയുകയാണല്ലേ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരിക്കൽ ഞാൻ അറിഞ്ഞ കാര്യം, അദ്ദേഹം ഈ വടക്കോട്ട് യാത്ര പോയിട്ട് തിരിച്ച് രാവിലെ വെളുപ്പിനെ ഇവിടെ വന്ന് മലബാറിൽ ട്രെയിനിൽ വന്ന് ഇറങ്ങുന്ന സമയത്ത് ഈ മലബാറിൽ നിന്നൊക്കെ ഭാഗത്തു നിന്ന് ധാരാളം ഈ ക്യാൻസർ പേഷ്യൻസ് ഈ ട്രെയിനിൽ വന്നിറങ്ങിയിട്ട് RCCയിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ വന്ന ഒരു കുടുംബത്തിനോട് അവിടെ നിന്ന് ആരോ പറഞ്ഞു, ഉമ്മൻചാണ്ടി സാർ ഈ ട്രെയിനിൽ വന്നിറങ്ങിയിട്ടുണ്ട്,
നിങ്ങൾ വേഗം പോയി ഒന്ന് കണ്ടിട്ട് എന്തെങ്കിലും സഹായം ഒന്ന് ആവശ്യപ്പെടെ, എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ. അവർ സാമ്പത്തികമായി വളരെ പിന്നിൽ നിൽക്കുന്നത് കൊണ്ടാണ് ആരും അവർക്ക് പറഞ്ഞു കൊടുത്തതാണ്. ഇവർ ഈ സ്ത്രീയും അവരുടെ വേണ്ടപ്പെട്ടവരും കൂടി വേഗം പോയി ഉമ്മൻചാണ്ടിയെ കണ്ടു, കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അവിടെ നിന്നുകൊണ്ട് തന്നെ, റെയിൽവേ സ്റ്റേഷനിൽ നിന്നുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 15,000 രൂപ സാങ്ഷനാക്കി കൊടുത്തു. എന്നിട്ട് മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിനോട് പറഞ്ഞു, ഇവർക്ക് മലബാറിൽ നിന്ന് കണ്ണൂരിൽ നിന്നൊക്കെ വന്നതവരാണല്ലോ, അവർക്ക് രാവിലെ വന്നിറങ്ങിയതാണ്, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, റെയിൽവേ സ്റ്റേഷനിൽ തന്നെ പ്രാഥമിക കാര്യങ്ങൾക്കൊക്കെ വേണ്ട എന്ന് പറഞ്ഞ് അവിടെ വേണ്ട സൗകര്യങ്ങൾ ഏർപ്പാടാക്കി കൊടുത്തു. ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വന്ന് കാണാൻ മടിക്കണ്ട, ഇപ്പം ഞാൻ ഇത്രയും പാസ്സാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. സാർ, ഇത് മാത്രമല്ല, നമ്മൾ ആ ക്ലിഫ് ഹൗസിൻ്റെ പരിസരത്തോട്ട് ഇപ്പോൾ ആർക്കും ഒരു ഈച്ച പോലും കിടക്കത്തില്ല. പക്ഷെ പണ്ട് ഉമ്മൻചാണ്ടി സാർ ഇരുന്ന ഒരു സമയത്ത് രാവിലെ 6 മണിക്ക് ജനങ്ങളുടെ തിരക്കില്ല, ഡോക്ടേഴ്സിനെ കാണാൻ എങ്ങനെയാണോ ജനങ്ങൾ ക്യൂ നിൽക്കുന്നത് അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ആൾക്കാർ ക്ലിഫ് ഹൗസും കഴിഞ്ഞ് ഇങ്ങ് പുറത്ത് റോഡ് വരെ ആൾക്കാർ നിരനിരയായിട്ട്. പക്ഷെ ഇതെല്ലാം അദ്ദേഹം അറ്റൻഡ് ചെയ്യുമെന്നുള്ളത്. ഒരു ഭാഗത്ത് ചെവിയിൽ ഇങ്ങനെ ഫോൺ, അത് മറ്റേ ഇതിൻ്റെ നോക്കിയുടെയൊക്കെ ചെറിയ ഫോണുണ്ടല്ലോ, അതിങ്ങനെ ചെവിയിൽ വെച്ച് ഒരു ഭാഗത്ത് ഇങ്ങനെ സംസാരിക്കും, ഒരു ഭാഗത്ത് ഓരോരുത്തരുടെയും ഇത് വാങ്ങി അത് അപ്പോഴും ഇതിനിടയ്ക്ക് വായിച്ച് നോക്കി ഒപ്പിട്ടിട്ട് ഇങ്ങനെ കൈ കാണിക്കും, സെക്രട്ടറിമാരെ ഇങ്ങനെ കൈ കാണിക്കും, അവർ വാങ്ങിച്ചു കൊടുക്കും. അപ്പോഴപ്പോഴാണ് ആ തീരുമാനങ്ങൾ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു ദിവസത്തെ പരിപാടിയല്ലേ, എന്നും രാവിലെ ഒരു 6 മണിയാകുമ്പോൾ അദ്ദേഹം ഒരു ബനിയനൊക്കെ ഇട്ട് കൈലിയൊക്കെ കൊടുത്ത് വീടിൻ്റെ ഈ ക്ലിഫ് ഹൗസിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കും. അപ്പോൾ എല്ലാവരുടെയും കാര്യം ഒരു പക്ഷേ ഇതിനകത്ത് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, കോൺഗ്രസ് പാർട്ടിയിലെ ഏതെങ്കിലും മുൻനിര നേതാക്കന്മാരെങ്ങാനും വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹം മൈൻഡ് ചെയ്യത്തില്ല. ഇദ്ദേഹം സാധാരണക്കാരുടെ വിഷയം, കാരണം അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ കാര്യങ്ങൾ പിന്നെ എനിക്ക് ചെയ്യാം, നിങ്ങൾ പാർട്ടിയിലുള്ളതല്ലേ, അത് നിങ്ങളുടെ കാര്യം പിന്നെ ആണെങ്കിലും ചെയ്യാം, പക്ഷേ എനിക്ക് ഇവരുടെ കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്യാറില്ല. പല നേതാക്കന്മാരും മറ്റേ വെള്ള ഉടുപ്പൊക്കെ ഇട്ടിങ്ങനെ നിൽക്കും, ഇപ്പം മുഖ്യമന്ത്രി ഞങ്ങൾക്ക് എന്തോ ചെയ്തു തരുമോ എന്നുള്ള മട്ടി. പക്ഷേ അദ്ദേഹം ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ആ ക്യൂവിൽ എവിടെയാണോ അവർ വന്നിരിക്കുന്നത് ആ സ്ഥാനം നോക്കിയാണ് ഇങ്ങനെ 1-2 പേരുടെ അനുഭവങ്ങളാണ് എന്നോട് പങ്കുവെച്ചത്. മാത്രമല്ല, ഇന്നലെ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഭാര്യയുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടു. അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഷേവ് ചെയ്യുമ്പം ഇപ്പം മോളൊക്കെ ആണെങ്കിൽ ഗൾഫിലൊക്കെയാണ് വലിയ വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ വാങ്ങിച്ചു വെച്ചാലും ഷേവ് ചെയ്യുമ്പോൾ സാധാ ഇങ്ങനെ ഇത് വെച്ചിട്ട് വെള്ളത്തിലാണ് ഇങ്ങനെ ഷേവ് ചെയ്ത് കളയുന്നത്. എന്താ ഇതൊക്കെ ഉപയോഗിക്കാത്തതെന്ന് ചോദിച്ചോ, വെള്ളത്തിലാണ്, കാരണം അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണാലിറ്റിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുഖം കണ്ണാടി പോലും നോക്കാറില്ലെന്നാണ് പറയുന്നത്. മുടി ജീവണമെന്നോ അല്ലെങ്കിൽ അതൊന്നും അദ്ദേഹത്തിനൊരു വിഷയമേ അല്ല. അദ്ദേഹത്തിന് പൂർണ്ണ സമയവും ഈ ജനസേവനം എന്നുള്ളൊരു ചാരിറ്റി പ്രവർത്തനം എന്നുള്ളതാണ്. ഒരു പക്ഷേ ഭാര്യയ്ക്ക് കുറച്ചുകൂടി അദ്ദേഹത്തിനെ മനസ്സിലാക്കുക. നമ്മളീ പുറമേ നിൽക്കുന്ന വ്യക്തികൾക്കൊന്നും ഈ നേതാക്കന്മാരെയും മന്ത്രിമാരെയും ഒന്നും മനസ്സിലാവണമെന്നില്ല, വീട്ടുകാർക്ക് കുടുംബക്കാർക്ക് കുറച്ചുകൂടി മനസ്സിലാവും. അപ്പോൾ ഈ അദ്ദേഹത്തിനെ കുറിച്ചുള്ള അവരുടെ വാക്കുകൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഇതിനിടയ്ക്ക് ഇടുക്കിയിൽ ജലക്ഷാമം രൂക്ഷമായിട്ട് വന്നിരുന്ന ഒരു സന്ദർഭമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഈ അധികം വെള്ളം ഇദ്ദേഹം യൂസ് ചെയ്ത് കുളിക്കത്തില്ല. എന്തിനാണ് ഇങ്ങനെ വെള്ളത്തിന് പിശുക്ക് കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയുമ്പോൾ, ഒരു ഭാഗത്ത് ജനങ്ങൾ വെള്ളമില്ലാണ്ട് കിടന്ന് കഷ്ടപ്പെടുമ്പോൾ ഞാനിവിടെ ഇങ്ങനെ അത്രയ്ക്ക് എന്ത് പറയുന്നത്, ഒരു പക്ഷേ അത്രയും ഡിവോഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയ്ക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരുപാട് നന്മകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ മക്കളും ഏകദേശം അതേ പാതയാണ്. അപ്പോൾ അദ്ദേഹം തീർത്ത് വെച്ചിട്ട് പോയിട്ടുള്ള ഏറെ കാര്യങ്ങൾ ഇപ്പോൾ ഭാര്യയാണെങ്കിലും ചെയ്യുന്നുണ്ട്, മക്കൾ ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെയുള്ളവർ അത് ചെയ്യുന്ന നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങളും ഒക്കെ അന്നും ഇന്നും അദ്ദേഹം ബാക്കി വെച്ച് പോയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പം ഒരു പക്ഷേ അതായിരിക്കാം ജനങ്ങളുടെ ഇടയിലേക്ക് ഇദ്ദേഹത്തിന് ഇത്രയേറെ സ്വാധീനമുള്ളത്. അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട്, ഒരു നേതാവിനെ എന്നാണോ ജനം വെറുക്കുന്നത് അന്ന് തീർന്നു ഒരു മന്ത്രി അല്ലെങ്കിൽ ജനങ്ങളുടെ പിന്തുണ ഉള്ളപ്പോഴേ അവനത് ആ ഒരു നേതാവെന്നുള്ളൊരു പദവിയുള്ളൂ, അല്ലെങ്കിൽ ഒരിക്കലും ആ ഒരു സ്ഥാനത്ത് ഇരിക്കാൻ ഒരു യോഗ്യതയില്ല എന്ന് ഉമ്മൻചാണ്ടി സാർ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം എന്ന് പറയുന്ന മറ്റുള്ളവർക്കും കൂടെ ഒരു മാതൃകയാകുന്ന തരത്തിൽ മറ്റുള്ളവർ ഇത് കണ്ടുപഠിക്കണം അല്ലേ, ഇനി വരുന്ന നേതാക്കന്മാരും മന്ത്രിമാരൊക്കെ ഇതൊക്കെ ഒന്ന് കണ്ടുപഠിക്കണം, അല്ലെങ്കിൽ കടക്ക് പുറത്തുനിന്നുള്ളൊരു ധാർഷ്ട്യഭാവമല്ല
ഇതിനിടയ്ക്കൂടെ ഞാനൊന്ന് കുത്തുന്നുണ്ടെങ്കിൽ ഇതല്ല വേണ്ടുന്നത്. അദ്ദേഹത്തിൻ്റെ ശിലാഫലകം ഏത് കുപ്പത്തൊട്ടിയിൽ എറിഞ്ഞാലും ജനം അതിനൊരു മാർക്കിടും അല്ലേ? ഇത് മുഹമ്മദ് റിയാസ് അറിഞ്ഞുകൊണ്ടാണോ അല്ലേ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ അറിയാതാണെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്തില്ലെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ മാന്യതയ്ക്ക് തന്നെ ഭംഗം വരുത്തുന്ന ഒന്ന് തന്നെയല്ലേ സാർ? ഉമ്മൻചാണ്ടി ആൾക്കൂട്ടമില്ലാതെ ഉമ്മൻചാണ്ടിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഇതുപോലെ ലാളിത്യമുള്ള ജീവിതം ഞാൻ വേറെ കണ്ടിട്ടുള്ളത് CPIയിൽ ചില നേതാക്കന്മാരിലാണ്. ഒന്ന് അച്യുതമേനോനിലും മറ്റൊന്ന് PK വാസുദേവൻ നായരിലും. ഇവരെല്ലാം KSRTC ബസ്സിൽ കയറി സഞ്ചരിച്ചിട്ടുള്ളവരാണ്. PKV പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ആ പഴയ അംബാസഡർ കാറൊന്നും മാറി വേറൊരു കാറ് വാങ്ങി. അന്ന് പന്ന്യൻ രവീന്ദ്രൻ എന്ത് ചെയ്തു, ഇതിനൊരു AC കൂടെ വെച്ചു. PKV പന്ന്യനെ റൂമിനകത്തോട്ട് വിളിച്ച് ശരിക്കും വഴക്ക് പറയും. ഇവിടെ സാധാരണ ജനങ്ങൾ കഷ്ടപ്പെട്ട് വിയർത്തൊലിച്ച് നടക്കുകയാണ്, എന്നെ AC-ക്കകത്തിരുത്താനോ എന്ന് പറഞ്ഞ് ശകാരിച്ചു എന്നാണ് അറിയുന്നത്. അപ്പം സമാനമായ ജീവിതമുള്ളവർ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നതെല്ലാം അതിൽ നിന്ന് വ്യത്യസ്തവുമാണ്.